സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. ലോറി സമരത്തെ തുടർന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി എത്തുന്നത് കുറഞ്ഞതിനെ തുടർന്നാണ് വില ഉയരുന്നത്. അതേസമയം കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും റിയ ബേബിയുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ജിഷ കല്ലിങ്കൽ, കോഴിക്കോട് നിന്നും EV ഉണ്ണികൃഷ്ണൻ. ആദ്യം ഉണ്ണിയിലേക്കാണ് പോകുന്നത്. ഉണ്ണി, ലോറി സമരത്തെ തുടർന്ന് പച്ചക്കറിയുടെ വരവ് ക്രമാതീതമായി കുറഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ കോഴിക്കോട്ടെ പ്രമുഖ മാർക്കറ്റുകളിലെ വില വിവര പട്ടിക അതെങ്ങനെയാണ്? പലയിടങ്ങളിലും വിവിധ വിലകളാണോ കച്ചവടക്കാർ ഈടാക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരവസ്ഥ? കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പതിവായി വരുന്ന ലോറികൾ, ചരക്ക് ലോറികൾ ഇന്ന് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട, ആന്ധ്രയിൽ നിന്നുൾപ്പെടെ പുറപ്പെട്ട ലോറികളിൽ നിന്നുള്ള ചരക്കുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു ലോറി വന്നത് സവാളയുമായി വന്ന ലോറിയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് സമരം തുടങ്ങുന്നതിന് മുൻപ് പുറപ്പെട്ട ലോറിയാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരാനുള്ള ലോറികളുടെ സാധ്യത കുറവാണെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ പച്ചക്കറി വരുന്നത് കർണാടക, തമിഴ്നാട് വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അവിടെ നിന്ന് പച്ചക്കറികൾ എത്തുന്നുണ്ട്, ചെറിയ വാഹനങ്ങളിലായി പച്ചക്കറികൾ എത്തുന്നുണ്ട്. ചെറിയ തോതിൽ വിപണിയിൽ വിലക്കയറ്റം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ചേട്ടാ മാർക്കറ്റിൻ്റെ സ്ഥിതി? മാർക്കറ്റിൻ്റെ സ്ഥിതി ഇപ്പം കുറച്ച് ഡൗൺ ആണ്. വണ്ടികൾ വരുന്നത് കുറവാണ്, കുറഞ്ഞ വണ്ടികളെ വരുന്നുള്ളൂ. ഉള്ള സാധനമായിട്ട് അവർ വരുന്നുണ്ട്. പച്ചക്കറിയുടെ വില എന്താ? പച്ചക്കറിൻ്റെ വില സരാസരി ഇപ്പോൾ കുറച്ച് വില കൂടിയിട്ടുണ്ട്. ഉള്ളിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് 16 റുപ്യുള്ള ഉള്ളിക്ക് ഇപ്പോൾ 20 റുപ്യ ആയിട്ടുണ്ട്. ബാക്കി സാധനത്തിന് കൂടിയിട്ടുണ്ട്. ബാക്കി റേറ്റ് കറക്റ്റായിട്ട് അറിയില്ല. കൂടിയുണ്ടാവും, എല്ലാ സാധനത്തിനും വില കുറച്ച് കൂടിയുണ്ടാവും. ചേട്ടാ മാർക്കറ്റിൽ ഏതൊക്കെ സാധനത്തിന് വില കൂടി? മാർക്കറ്റിൽ പച്ചക്കറി ഐറ്റംസ്, പിന്നെ വൈതിരിങ്ങ, വെണ്ടക്ക, പിന്നെ കേവേജിക്കൊക്കെ വില ജാസ്തിയാണ്. പച്ചക്കറിക്ക് പൊതുവെ വില ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി ലൈറ്റായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. സമരം തുടരുകയാണെങ്കിൽ ഇനി വിലയുടെ കാര്യം എന്താവും? വിലയുടെ കാര്യം വില കുറയാൻ സാധ്യതയുണ്ട്. വണ്ടി ഇപ്പോൾ ലൈറ്റായിട്ട് വരുന്നത് കൊണ്ടാണ് ടൈറ്റ് ആവുന്ന സാധനത്തിന്. സാധ്യത ടൈറ്റ് ആകുമ്പോൾ വില ജാസ്തിയാണ്. സാധാരണ വിൽപ്പന നടക്കുന്ന അത്രയ്ക്ക് സാധനങ്ങൾ ഇപ്പോൾ എത്തുന്നുണ്ടോ? എങ്ങനെ? സാധാരണ ഒരു മാർക്കറ്റിൽ വിൽപ്പന നടക്കുന്ന ഒരു കണക്കുണ്ടാവുമല്ലോ, അത്രയ്ക്ക് അതിനാവശ്യമായ സാധനങ്ങൾ വരുന്നുണ്ടോ ഇപ്പോൾ? സാധനം ഇപ്പോൾ കുറഞ്ഞ വരുന്നത്. സാധനം അങ്ങനെ ഫുള്ളായിട്ട് സാധനമൊന്നും ഇവിടെ എത്തുന്നില്ല. പിന്നെ ലൈറ്റായി വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഒന്നായിട്ട്. വണ്ടി ഇപ്പോൾ ലോറി സമരത്തിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെയാണ്. ഏതായാലും മാർക്കറ്റിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ 10 മുതൽ 20% വരെ പച്ചക്കറിക്ക് വില വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് രാവിലെ സംസാരിച്ചപ്പോൾ വ്യാപാരികൾ പറഞ്ഞത്. ഈ നിലയിൽ സമരം തുടരുകയാണെങ്കിൽ പച്ചക്കറി വിപണിയെ കാര്യമായി വിലവർധന ബാധിക്കും, വിലവർധന ഉണ്ടാകും എന്ന നിലപാടിൽ തന്നെയാണ്, അത്തരമൊരു നിഗമനത്തിൽ തന്നെയാണ് വ്യാപാരികളുള്ളത്. ശരി ഉണ്ണി, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ജിഷ കൂടി ചേരുകയാണ്. ജിഷ, ചാലക്കമ്പോളം, പാളയം മാർക്കറ്റ്, ഇവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? വിലക്കയറ്റം സാധാരണക്കാരൻ്റെ ബജറ്റിന് ഏത് രീതിയിലാണ് താളം തെറ്റിക്കുന്നത്? മീന, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെട്ട പല ലോറികളും ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ട പല ലോറികളും ഇപ്പോഴിവിടെ എത്തിച്ചേർന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നേരത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ലോറികളുടെ ഒരു വരവ് ഇവിടെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു സമരം അത് തീർച്ചയായും ഈ കമ്പോളത്തെ കൂടി ബാധിച്ച ഒരു അവസ്ഥയാണ്. നമുക്കെന്തായാലും ഇവിടെ എത്തിയിട്ടുള്ള ആളുകളോടും ഒപ്പം തന്നെ ഈ കമ്പോളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ ഇവിടെ ഈ ചരക്ക് ലോറികൾ സാധനങ്ങളായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കുറവാണോ അതോ? ഇപ്പം വളരെ കുറവാണ്. പിന്നെ ഇപ്പം തൊഴിലാളികൾക്കും നല്ല ബാധിച്ചിട്ടുണ്ട്, കച്ചവടക്കാർക്കും ബാധിച്ചിരിക്കുകയാണ്. കാരണം സാധനങ്ങളെല്ലാം വിലയും കൂടുതലാണ്. കഴിഞ്ഞൊരു ദിവസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൂടിയിട്ടുണ്ടോ? കഴിഞ്ഞ 2 ദിവസമായി വ്യത്യാസമുണ്ട്, മാർക്കറ്റ് വ്യത്യാസമുണ്ട്. എത്ര രൂപ? ക്യാരറ്റൊക്കെ ഒരുവിധം 10-20 രൂപയ്ക്ക് പുറത്തൊക്കെ മാറ്റമുണ്ട്. 20 ഇനി കൂടേ ഉള്ളൂ. ഇങ്ങനെ സമരം നിൽക്കുകയാണെങ്കിൽ ഇനി മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ബിസിനസ്സും മൊത്തം കുറവാണ്. ഇപ്പോൾ ഇവിടെ ലോറികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ്, നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണോ അതോ? അല്ല, നമ്മുടെ എല്ലാ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ്. ഊട്ടിയിൽ നിന്ന് ലോഡൊന്നും വന്നിട്ടില്ലെന്ന്. ഊട്ടി, ഒട്ടൻസത്രം, മൈസൂർ അവിടെ നിന്നൊക്കെയാണ് വരുന്നത്. അത് വന്നിട്ടില്ലെന്ന്. ഇല്ല. തീർച്ചയായും തമിഴ്നാട്, ഊട്ടി ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് കൂടുതലായും പച്ചക്കറികൾ എത്തുന്നത്. അത് വന്നിട്ടില്ല എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാർ പോലും പറയുന്നത്. എന്തായാലും പല പച്ചക്കറികൾക്കും 10 മുതൽ 20 രൂപയുടെ അധിക വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ലോറി സമരം നീണ്ടു പോവുകയാണെങ്കിൽ ഇത് വീണ്ടും കൂടാനുള്ള ഒരു സാഹചര്യം, ആ ഒരു ആശങ്ക കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. ശരി ജിഷ, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് റിയ കൂടി ചേരുകയാണ്. റിയ,
പച്ചക്കറികൾക്ക് 10 മുതൽ 20 രൂപയുടെ വരെ വ്യത്യാസമാണ് ഓരോ മാർക്കറ്റുകളിലും രേഖപ്പെടുത്തുന്നത്. കൊച്ചിയിലെ ഒരു സ്ഥിതി എന്താണ്? കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കാൻ വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ടല്ലോ. അമീന, കൊച്ചിയിൽ എറണാകുളം മാർക്കറ്റിൽ ഉൾപ്പെടെ എത്തേണ്ട ലോറികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ദിവസേന എത്തുന്ന ലോറികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. 5-ൽ താഴെ ലോറികളാണ് ഇന്ന് പച്ചക്കറികളുമായി എറണാകുളം മാർക്കറ്റിൽ എത്തിയതെന്ന് വ്യാപാരികൾ പറയുന്നു. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ വില കൂടുതൽ ഉണ്ടായിട്ടില്ല. നേരിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. സവോള, പച്ചമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കാണ് വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. അതേസമയം വരും ദിവസങ്ങളിൽ സമരം തുടരുകയാണെങ്കിൽ ഇത്തരത്തിൽ വില മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന കാര്യം കൂടി മാർക്കറ്റിലെ വ്യാപാരികളടക്കം പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും ലോറികൾ എത്തുന്നതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചരക്കാണ്, പച്ചക്കറികളാണ് പ്രത്യേകിച്ച് എറണാകുളം, കലൂർ മാർക്കറ്റുകളിലേക്ക് എത്തുന്നത്. എന്നാൽ ഇന്ന് എറണാകുളം മാർക്കറ്റിൽ ഉൾപ്പെടെ എത്തിയിരിക്കുന്ന ലോറികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്ന കാര്യം ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനും ജിഷയും റിയയുമാണ് വിവരങ്ങൾ നൽകിയത്.